എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണയുടെ അമ്മയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കുകയാണ്. അങ്ങനെ അമ്മയെ സന്തോഷത്തോടു കൂടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ്. അമ്മയോട് വിഷമിക്കേണ്ട, ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ അമ്മയെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണൻ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഗോപാലനൊക്കെ ആശ്വസിപ്പിക്കുന്നു. സാരമില്ല മോളെ, എല്ലാം ശരിയാവും, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നവീൻ്റെ വീട്ടിലാണ് ഹൽദിയുടെ ആഘോഷങ്ങൾ തുടങ്ങിയാണ്. മാണിക്കുഞ്ഞാണെങ്കിൽ നല്ല ഡെക്കറേഷനും പരിപാടിയൊക്കെ നടത്തുന്നു. അപ്പം നിർമ്മലയും ഉദയനും എല്ലാം അങ്ങോട്ടേക്ക് വരുന്നു. അപ്പം നിർമ്മലയും ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നിർമ്മല പറയുന്ന എന്നെ വിളിക്കായിരുന്നില്ല, ഞാൻ വരുമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന സമയത്ത് നവീൻ്റെ അമ്മയും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം അമ്മ പറയും എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ എന്നുള്ള കാര്യമൊക്കെ അറിയുന്നു. അപ്പം മാണിക്കുഞ്ഞ് പറയുന്നു നിർമ്മല ഇടത്തിയുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം പർവ്വതം ഇങ്ങനെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ എന്തായാലും സന്തോഷത്തോടുകൂടി എല്ലാവരും അങ്ങ് നിൽക്കുകയാണ്. അവർക്ക് നിർമ്മലയ്ക്ക് അറിയാമല്ലോ എന്തായാലും നാഗത്തിൻ്റെ ശാപമുണ്ട്, അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങും എന്നുള്ള നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സന്തോഷമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയും എല്ലാവരും എല്ലാവരും ഹൽദി ആഘോഷങ്ങളൊക്കെ ഗംഭീരമാക്കാൻ വേണ്ടി എല്ലാ ഡെക്കറേഷൻ എല്ലാ പരിപാടിയും കഴിയുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പം നിർമ്മലയും ഗാഥയൊക്കെ എത്തുമെന്ന് പറയുന്നത്. ആ സമയത്ത് നിർമ്മലയും കൃഷ്ണയും സിനി അവിടേക്ക് വരികയാണ്. അങ്ങനെ അവരെ സ്വീകരിച്ച് അവിടെ കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്ന് കൃഷ്ണയാണെങ്കിൽ ഒന്നും വേണ്ടുന്നില്ല, ഭയങ്കര മൂഡ് ഓഫിലാണ്. കാരണം തൻ്റെ അമ്മ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നു. ആ സമയത്താണ് ഇവിടെ ചിരിച്ചിരിക്കുന്നത്. അങ്ങനെ ചില സമയത്ത് അവളുടെ മുഖം വിഷമവും ചില സമയത്ത് ചിരിയുമായിട്ട് നിൽക്കുന്നു. അങ്ങനെ നവീനും വരുന്നു. രണ്ടുപേരെയും ചേറിലൊക്കെ ഇരുത്തുന്നു. അങ്ങനെ ആഘോഷങ്ങൾ തുടങ്ങാൻ വേണ്ടി പറയുന്നു. കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയിക്കുന്നു. ഇനി ഹൽദി ആഘോഷങ്ങൾ തുടങ്ങട്ടെ എന്നൊക്കെ പറയുന്നു. ഇതേ സമയം നമ്മുടെ കൃഷിയുടെ മനസ്സിലാണെങ്കിൽ എന്താ പറയുക, അമ്മയ്ക്ക് അവിടെ എന്തായിരിക്കും എന്നുള്ള ആദിയിലും വിഷമത്തിലുമായി നിൽക്കുന്നു. അതേ സമയത്ത് വേറൊരു മുഖത്തോടു കൂടി നവീൻ്റെ മുഖത്തേക്ക് ചിരിക്കുകയും വേണം. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നിർമ്മലയൊക്കെ ആദ്യം ഒരു നാഗത്തറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന്. പക്ഷേ അന്നേരം നിർമ്മല പറയും, അല്ല അപ്പം മുത്തശ്ശി പറയും അത് വേണ്ട, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് കൃഷ്ണയുടെ അമ്മയാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇഞ്ചക്ഷൻ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഗാദി അവിടെ എത്തുകയാണ് ഈ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജനലിൻ്റെ സൈഡിൽ നിന്ന് കാണാം. അപ്പം നമ്മുടെ സിതാരൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷനാകും, ആരെങ്കിലും കണ്ടാൽ ഇത് പ്രശ്നമാകുമല്ലോ, ഇവളെന്തൊക്കെയാണ് കാണിക്കുന്നത്, സിനി ചെന്ന് അവളെ മാറ്റാൻ പറയും. അപ്പോൾ സിനി അങ്ങനെ ചെല്ലും. പക്ഷെ സിനി ചെന്നിട്ട് നമ്മുടെ ഗാഥ മാറാനൊന്നും കൂട്ടാക്കത്തില്ല. കാരണം അവൾക്കാണെങ്കിൽ കൃഷ്ണയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളും കൂടെ അനുസരിക്കത്തില്ല. അപ്പം അങ്ങനെ അതുകൂടെ ആയതുകൊണ്ട് നമ്മുടെ ഗാഥയാണ് പോകാൻ അങ്ങനെ ആ സമയത്താണ് നമ്മുടെ ഉദയൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഉദയൻ നോക്കുമ്പോൾ ഇവിടെയും ഗാഥയെ പോലെ ഇരിക്കുന്ന ഒരുത്തി. അപ്പം ഇത് കൺഫ്യൂഷൻ ആവുന്നു. പെട്ടെന്ന് നമ്മുടെ നിർമ്മലയോട് പറയും, ദേ ഞാൻ അവിടെ ഒരു ഗാഥയെ കണ്ട്, ഇവിടെ എന്തോ ഒരു ഗാഥയെ കണ്ട്, ഇതിലെന്തോ കള്ളത്തരമുണ്ട്, ഇതിലെന്തോ ചതിയുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിലാവുകയാണ് നമ്മുടെ നിർമ്മലയും ഉദയനും എല്ലാം. ഇതിലെന്തോ കള്ളത്തരമുണ്ടെന്ന് അവർ നന്നായി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.